നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശവസംസ്കാര ചടങ്ങുകളുടെ രണ്ടാം ദിനമാണിന്ന്. ഏറ്റവും വലിയ വിലാപയാത്ര കണക്കുകൂട്ടുന്നത് ജൂലൈ 9 ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശവസംസ്കാര ചടങ്ങിനിടയിൽ 1500 മുതൽ 3000 പേർ വരെ മരിച്ചേക്കാമെന്നാണ് ഇറാൻ്റെ കണക്കുകൂട്ടൽ. വിലാപയാത്രയ്ക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് 3000-ലധികം പേർ മരിച്ചേക്കാം എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ്. ഇതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തിക്കഴിഞ്ഞു എന്നാണ് ജർമ്മൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിയൻ റെഡ് ക്രസൻറ്റും നാഷണൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷനും ഇറാൻ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റീസ് ആരിഫിനെഴുതിയ കത്തിനെ ഉദ്ധരിച്ചുള്ളതാണ് ഈ റിപ്പോർട്ട്. ഇതിനായി ടെഹ്റാനിലെ ബഹ്ഷദെ സഹ്റ സെമിത്തേരിയിൽ ഏകദേശം 1000-ഓളം പുതിയ കല്ലറകൾ ഒരുക്കിക്കഴിഞ്ഞു. എന്നാൽ ഔദ്യോഗിക വിശദീകരണങ്ങൾക്കപ്പുറം മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആയത്തുള്ള അലി ഖമനേയുടെ ശവസംസ്കാര ചടങ്ങിനിടയിൽ ഒരുപക്ഷെ ഇസ്രയേൽ ആക്രമണമുണ്ടായേക്കാം എന്ന ഭയം ഇറാനിൽ ശക്തമാണ്. ഈ ആക്രമണങ്ങളിൽ ആളുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടാൽ അവരെ സംസ്കരിക്കാനാണ് ഇത്രയധികം കല്ലറകൾ അവർ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസല്ലയിലേക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇപ്പോൾ ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഓപ്പറേഷൻ റോറിംഗ് ലയണിന്റെ ആദ്യ ആക്രമണത്തിലാണ് ആയത്തുള്ള അലി ഖമനേ കൊല്ലപ്പെട്ടത്. ഒടുവിൽ മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധം, ശവസംസ്കാരം അതുകൊണ്ട് തന്നെ വൈകി. അലി ഖമനേയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവർ അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം എന്ന മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ മുഴക്കുന്നു. ഇറാനിയൻ പതാക കൊണ്ട് പൊതിഞ്ഞ ഖമനേയുടെ ശവപ്പെട്ടിയുടെ മുകളിൽ കറുത്ത തലപ്പാവ് വെച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ പുണ്യസ്ഥലമായ മക്കയുടെ മധ്യഭാഗത്തുള്ള ക്യൂബ് ആകൃതിയിലുള്ള ഘടനയാണ് ഖമനേയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മറ്റ് 4 ശവപ്പെട്ടികൾ ഇതിനൊപ്പം വച്ചിരിക്കുന്നു. ഇറാനിലെയും ഇറാഖിലെയും പ്രധാന ഷിയ കേന്ദ്രങ്ങളായ ഖോം, നജാഫ്, കർബല എന്നിവിടങ്ങളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വ്യാഴാഴ്ച രാജ്യത്തെ ഏറ്റവും വലിയ പുണ്യ തീർത്ഥാടനമായ മഷാദിൽ സംസ്കരിക്കും. ഖമനേയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ ഇസ്രയേൽ അവിടെയെത്തുന്ന പ്രമുഖരെ വധിക്കാൻ ശ്രമിക്കുമെന്ന സൂചനയാണ് ഇറാന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് വലിയ പരിഭ്രാന്തിയും ഭരണകൂടം വലിയ ഭയത്തിലാണ്. ഖദം അൽ അൻബിയുടെ കമാൻഡർ അലി അബ്ദുള്ളാഹി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശവസംസ്കാര ചടങ്ങിനിടെ ഏതെങ്കിലും തലത്തിൽ ഒരു തെറ്റായ ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ അതിശക്തമായി തങ്ങൾ പ്രത്യാക്രമണം നടത്തും എന്ന മുന്നറിയിപ്പ് നൽകി. ഏതെങ്കിലും തലത്തിലുള്ള ആക്രമണമുണ്ടായാൽ അതികഠിനവും ഖേദകരവുമായ പ്രതികരണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് മറ്റൊരു കഥയാണ്. കല്ലറകൾ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. അത്യുഷ്ണത്തിൽ ഇത്രയും വലിയ ജനത്തിരക്കുണ്ടാകുമ്പോൾ 3000-ഓളം മരണമെങ്കിലും സ്വാഭാവികമായി ഉണ്ടാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല, ടെഹ്റാൻ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ജൂലൈ 9 മഷ്ഹദ് നഗരത്തിലാണ് മൃതദേഹം ഖബറടക്കുക. 1.5 കോടി മുതൽ 2 കോടി ആളുകൾ വരെ ഈ ശവസംസ്കാര ചടങ്ങിനായി മാത്രം എത്തിച്ചേരുമെന്ന് കണക്കുകൂട്ടൽ. ഞായറാഴ്ച ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിലാണ് പൊതുദർശനം. തിങ്കളാഴ്ച ഖമനേയുടെ മൃതദേഹം വിലാപയാത്രയായി ടെഹ്റാൻ നഗരവീഥികളിലൂടെ ഖൂമിലെത്തിക്കും. ബുധനാഴ്ച കർബല നഗരത്തിൽ പൊതുദർശനം. തന്റെ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് മൊജ്തബ ഖമനേയി. ഇറാനിയൻ സുപ്രീം നേതാവാണ് മൊജ്തബ ഖമനേയി. മൊജ്തബ ഖമനേയോട് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തരുത് എന്ന് ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു. ഏതെങ്കിലും തലത്തിൽ മൊജ്തബ ഖമനേയി ഈ ശവസംസ്കാര ചടങ്ങിനായി എത്തിയാൽ ഇസ്രയേൽ ആക്രമണത്തിലൂടെ അദ്ദേഹത്തെ വധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മൊജ്തബ ശവസംസ്കാര ചടങ്ങിനെത്തുകയോ മൊജ്തബയുടെ താവളത്തിലേക്ക് അലി ഖമനേയുടെ മൃതദേഹം കൊണ്ടുപോവുകയോ ചെയ്യരുത്. ജൂലൈ 9 മഷാദിൽ നടക്കുന്ന തന്റെ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് മൊജ്തബയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നു. എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇത് പൂർണ്ണമായും വിലക്കുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റതിന് ശേഷം മൊജ്തബ ഖമനേയി പൊതുജനമധ്യത്തിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഫെബ്രുവരി 28 ഇറാനിൽ നടന്ന ഇസ്രായേൽ ബോംബിംഗ് ക്യാമ്പയിൻ്റെ തുടക്ക ദിനത്തിലാണ് മൊജ്തബയ്ക്ക് പരിക്കേറ്റത്. അന്ന് നടന്ന ആക്രമണത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവിന് ജീവൻ നഷ്ടമായതും.
പിതാവിനൊപ്പം 4 കുടുംബാംഗങ്ങളും അന്ന് കൊല്ലപ്പെട്ടു. പൊതുസമൂഹത്തിൽ നിന്ന് ദീർഘകാലമായി ഇങ്ങനെ വിട്ടുനിൽക്കുന്നത് മൊജ്തബയുടെ ഭരണത്തിൻ്റെ സുസ്ഥിരതയെക്കുറിച്ച് ജനങ്ങളിൽ ആശങ്കയുളവാക്കുകയാണ്. പിതാവിൻ്റെ ഖബറടക്ക സമയത്ത് പോലും മാറി നിന്നാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിക്ക് കാരണമാകും എന്ന് മൊജ്തബ കണക്കുകൂട്ടുന്നു. അതുകൊണ്ടാണ് ശവസംസ്കാര ചടങ്ങിനെത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതും. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഗ് എന്നിവരുൾപ്പെടെയുള്ള പ്രായോഗിക ക്യാമ്പ് നിലവിൽ ശക്തി പ്രാപിക്കുകയാണ്. വിദൂര ഭാവിയിൽ മൊജ്തബ അപ്രസക്തനാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. ഇറാന്റെ സാമ്പത്തിക ദുരിതങ്ങൾ ലഘൂകരിക്കാൻ US-ഉമായുള്ള ചർച്ചകളെ പിന്തുണയ്ക്കണമെന്ന പ്രായോഗിക വാദക്കാരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അടക്കമുള്ളവർ. പിതാവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഖമേനി നടത്താൻ പോകുന്ന മുതിർന്ന നിയമനങ്ങൾ ഏത് പക്ഷത്തേക്കുള്ള ചായ്വാണ് പ്രകടമാകുന്നത് എന്നിപ്പോഴും വ്യക്തമല്ല. ഇറാൻ നേതൃത്വത്തെ അസ്ഥിരപ്പെടുത്തുക, ബാലിസ്റ്റിക് മിസൈൽ ആണവ പദ്ധതികൾ നശിപ്പിക്കുക എന്നിവയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ കടുംപിടുത്തം തുടരണമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേതാക്കൾ പറയുന്നു. താൽക്കാലിക വെടിനിർത്തൽ ഒരു വശത്ത് തുടരുന്നു, എന്നാൽ മറുവശത്ത് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അമേരിക്കൻ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അലി ഖമനേയുടെ വിലാപയാത്രയിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് ബോസല്ല മോസ്കിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം സ്വമേധയ എത്തിയതല്ല, ഭരണകൂടം നിർബന്ധിച്ചെത്തിച്ചതാണ് എന്ന അഭ്യൂഹം ഇപ്പോൾ ശക്തമാകുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തൊഴിലാളികളെയും വ്യാപാരികളെയും സന്നദ്ധ സംഘടനകളെയും ഇറാൻ അധികാരികൾ സമ്മർദ്ദത്തിലാക്കി എന്നാണ് റിപ്പോർട്ട്. സംസ്കാര ചടങ്ങിന് മുന്നോടിയായി വലിയ തയ്യാറെടുപ്പുകൾ ഇറാനിൽ നടന്നു. വിദ്യാർത്ഥികൾ, സൈനികർ, തൊഴിലാളി യൂണിയനുകൾ, അഗ്നിശമന സേനാംഗങ്ങൾ എന്നിവരെയും മതപരമായ വിലാപ ഗ്രൂപ്പുകളെയും ഇതിനായി ഭരണകൂടം അണിനിരത്തി. 250ാമത് US സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കിടയിൽ ഖമനേയിക്ക് നൽകുന്ന വിട ഇറാന്റെ ശക്തി പ്രകടനമായി ഭരണകൂടം കണക്കുകൂട്ടുന്നു. പരമോന്നത നേതാവിന്റെ വിയോഗത്തിന് ശേഷവും രാജ്യം ശക്തമായി നിലകൊള്ളുന്നു എന്ന സന്ദേശം ശത്രുക്കൾക്ക് നൽകുകയാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഖമനേയിയുടെ ചിത്രങ്ങളുമെടുത്ത് മോസ്കിലേക്ക് ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ദൃശ്യങ്ങൾ ദേശീയ ഐക്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായി അവർ ഉയർത്തിക്കാട്ടുന്നു. വിലാപയാത്രയുടെ ഭാഗമായി ഒരാഴ്ചത്തേക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിടാൻ ഭരണകൂടം നിർദ്ദേശം നൽകി. അല്ലാത്തപക്ഷം കടുത്ത പിഴ ഈടാക്കുമെന്നും മുന്നറിയിപ്പ്. ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളുമൊക്കെ ജൂലൈ 4 മുതൽ 8 വരെ അടച്ചിടാൻ ഉത്തരവിട്ടു. ടെഹ്റാനിലെ സാമ്പത്തിക ഹബ്ബായ ഗ്രാൻഡ് ബസാർ ശനിയാഴ്ച പൂർണ്ണമായി വിജനം. ചില ഓഫീസുകളോട് കുറഞ്ഞത് 200 ജീവനക്കാരെ ചടങ്ങുകളിൽ എത്തിക്കാൻ കോട്ട നിശ്ചയിച്ചു കൊടുത്തു. അലി ഖമനേയുടെ സംസ്കാര ചടങ്ങിൽ IRGC തലവനും ഖുദ്സ് ഫോഴ്സ് മേധാവിയും പങ്കെടുത്തു. ഇത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുമെന്നും ഒരുപക്ഷെ ഇസ്രായേൽ ഒരാക്രമണത്തിന് മുതിരുമെന്നും ഇറാൻ അടക്കം ഭയപ്പെടുന്നു. സാഹചര്യം സൂക്ഷ്മതയോടെ വിലയിരുത്തുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. ഇസ്രായേലും നെതന്യാഹുവും ഒരു അവിവേകത്തിന് മുതിരരുത് എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇപ്പോഴിതാ ആശങ്കകൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുക്കുന്നുവെന്ന വാർത്ത. നാറ്റോ ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് തിരിച്ചെത്തിയതിനു ശേഷമാവും കൂടിക്കാഴ്ച. ജൂലൈ 7, 8 തീയതികളിലാണ് ആ കൂടിക്കാഴ്ചയ്ക്കായി സമയം ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുകൾ. നെതന്യാഹുവുമായി താൻ നല്ല ബന്ധത്തിലാണ്. ആരാണ് ബോസ് എന്ന് നെതന്യാഹുവിന് വ്യക്തമായി അറിയാം. ട്രംപ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണം, അതിനുശേഷം പൂർണ്ണമായും വെടിനിർത്തൽ കരാറിനെ തള്ളിപ്പറഞ്ഞ ഇസ്രായേൽ, നിർണായകമായ പല സംഭവ വികാസങ്ങൾക്കും ശേഷമാണ് ഒടുവിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഈ നിർണായക കൂടിക്കാഴ്ച. യുദ്ധത്തിന് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇനിയും യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹു നേരത്തെ പ്രസ്താവന നടത്തിയത്. ഇറാൻ വിഷയത്തിൽ നെതന്യാഹുവിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്ന് ട്രംപ് പരസ്യമായി നെതന്യാഹുവിനെ വിമർശിച്ചു. ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് വിരുദ്ധമായി പല ആക്രമണങ്ങൾക്കും ഇസ്രായേൽ മുതിർന്നു. കോപാകുലനായ ട്രംപ് ഇടയ്ക്ക് നെതന്യാഹുവിനെ ഭ്രാന്തനെന്ന് അഭിസംബോധന ചെയ്തു. നിരവധി ആശങ്കകൾ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിന് മുന്നിലുണ്ട്. നിലവിലെ 60 ദിന സമാധാന കരാർ കഴിഞ്ഞാൽ ഒമാനുമായി ചേർന്ന് ഹോർമസ് കടലിടുക്കിൽ ടോൾ പിരിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്.
ഇക്കഴിഞ്ഞ ദിവസം ചൈനയിലെ ഇറാൻ അംബാസഡർ അബ്ദുൾ റസീർ റഹ്മാനി ഫാസിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സൗഹൃദ രാജ്യങ്ങൾക്ക് ചില ഇളവുകൾ നൽകുമെന്ന് ഇറാൻ പറയുന്നു. കടലിടുക്കിന്റെ സുരക്ഷയും കപ്പലുകളുടെ നീക്കവും കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവിനത്തിലാണ് ടോൾ പിരിവ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ലോകത്തിന്റെ 1/5 ക്രൂഡ് ഓയിൽ കടന്നുപോകുന്ന ഹോർമുസിലെ ടോൾ പിരിവ് വ്യാപാര രംഗത്ത് വലിയ തിരിച്ചടിയാകും. ടോൾ പിരിവ് കപ്പലുകളുടെ ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കും. ഇത് വിലക്കയറ്റത്തിനിടയാക്കും. ഇറാന്റെ നീക്കം US അംഗീകരിക്കില്ല. മറുവശത്ത് ഖമനേയിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ എന്തെങ്കിലും ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മുതിർന്നാൽ മേഖലയിൽ വീണ്ടും അതിശക്തമായ ആക്രമണങ്ങൾക്കത് കാരണമാകും. സൂക്ഷ്മതയോടെയാണ് അമേരിക്ക സ്ഥിതിഗതികൾ നോക്കിക്കാണുന്നത്. ഏറെ ജാഗ്രതയോടെ ഒരു വശത്ത് ഇറാൻ, മറുവശത്ത് കണക്കുകൂട്ടലുകളുമായി ഇസ്രായേൽ. നിർണായക കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ട്രംപ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.